ഈ തവണത്തെ മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പ്രധാന തീം പരിവർത്തന പ്രവാഹങ്ങൾ എന്നതാണ്. അതായത് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെയാണ് ഇവിടെ നടക്കുന്ന സെഷനുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, കരിയർ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ എന്ത് തരം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഏറ്റവും അടിയന്തരമായ ഒരു പരിഗണന അർഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിക്കണ്ടിരുന്നത് പോലെ വളരെ കൺവെൻഷനലായിട്ട് നമ്മുടെ കോളേജുകൾ ഓഫർ ചെയ്തിരുന്ന ചില കോഴ്സുകൾ, ആ കോഴ്സുകൾ ആളുകൾ പഠിക്കുകയും ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ നേടിയതിന് ശേഷം, ഒരു ടൈപ്പ് റൈറ്റിംഗ് സ്കില്ല് നേടിയാൽ 25-30 കൊല്ലം ഒരു തൊഴിൽ സ്ഥിരത ഉറപ്പ് ലഭിച്ചിരുന്ന ഒരു കാലത്തുനിന്ന് മാറി വളരെ ഡൈനാമിക്കായ വളരെ ഡിസ്റപ്റ്റീവായ ഒരു ജോബ് എൻവയോൺമെൻറ്റിലേക്കാണ് ഇന്നത്തെ തലമുറ കാലെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഏത് തരം മാറ്റങ്ങളാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരിക? പ്രത്യേകിച്ചും കോഴ്സുകളുടെ കാര്യത്തിൽ, കോഴ്സുകളുടെ ഡിസൈനിൻ്റെ കാര്യത്തിൽ, ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ടോമും ഞാനും ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ലോകത്തെ തൊഴിൽ മേഖല ഏത് നിലയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, ആ മാറ്റം എന്ത് തരം പുതിയ സ്കില്ലുകളുടെ ഡിമാൻഡാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ഒരു ഭാഗമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 2025 മുതൽ 30 വരെയുള്ള, അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഒരു പകുതി ദശാബ്ദം നമ്മൾ കണക്കിലെടുത്താൽ എന്താണ് ലോകത്തെ തൊഴിലവസരങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യത്തേത് മനുഷ്യർക്ക് ഇന്നത്തെ നിലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ആക്സസ് ആണ്. അതായത് ഡിജിറ്റൽ ഗാഡ്ഗറ്റ്സിലൂടെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലൂടെ നമ്മൾ ലോകത്തെ മനുഷ്യരെല്ലാവരും കണക്റ്റഡ് ആവുകയാണ്, ഡിജിറ്റൽ ആക്സസ് ഉണ്ടാവുകയാണ്, ഒരു ഇൻഫർമേഷൻ വിപ്ലവം ഉണ്ടാവുകയാണ്. ലോകത്തെ തൊഴിൽ സാധ്യതകളെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫാക്ടർ, സിംഗിൾ ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഈ ഡിജിറ്റൽ ആക്സസ് ആണ്. അപ്പോൾ അത് സ്വാഭാവികമായും അത് തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ഇനിയത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ വരാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, അതായത് ടോപ്പ് 3 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ജോബ് എന്ന് പറയുന്നത് നമുക്കുണ്ടാവാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, ഈ മേഖലയിലാണ് ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ കാരണം ആളുകൾക്ക് വർദ്ധിച്ചു വരുന്ന ഈ ഡിജിറ്റൽ ഡാറ്റയിലേക്കുള്ള ഈ ആക്സസ് ആണ്. രണ്ടാമത്, നിലവിലിരിക്കുന്ന തൊഴിൽ വ്യവസ്ഥകളെ എല്ലാം ലോകത്ത് മാറ്റിമറിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചെലവുകളിൽ ഉണ്ടാവുന്ന വലിയ മാറ്റമാണ്. അതായത് ജീവിത ചെലവുകൾ സ്വാഭാവികമായും കാര്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു തൊഴിലിടത്തിലേക്ക് നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ നിങ്ങളൊരു റിജിഡായ ഒരു തൊഴിലാളിയായാൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കില്ലുമായി വരുന്നു, ആ സ്കില്ലിൽ മാത്രമേ തുടരൂ എന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും നിങ്ങൾ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവാനുമുള്ള സാധ്യത, അതായത് നമ്മുടെ തൊഴിൽ രംഗത്തെ റീഡിഫൈൻ ചെയ്യാൻ പോകുന്നതിൽ രണ്ടാമത് പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത് ഈ വർദ്ധിക്കുന്ന ജീവിത ചെലവും അതിനനുസരിച്ച് റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലുണ്ടാവുന്ന മാറ്റവുമാണ്. ഒരാളിൽ നിന്ന് അവർ മൾട്ടിപ്പിൾ സ്കില്ലുകൾ ആഗ്രഹിക്കുന്നു, ഒരാളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്, അജിലിറ്റിയാണ്. അത് അവർ മറ്റ് ജോലികൾ കൂടെ ചെയ്യാൻ തയ്യാറാവുക, ഒന്നിൽ കൂടുതൽ സ്കിൽ സെറ്റുകൾ അവർ നേടിയെടുക്കാൻ തയ്യാറാവുക, ജോലി ചെയ്യുന്നതിനിടയിലുണ്ടാവുന്ന ടെക്നോളജിക്കലായ മാറ്റങ്ങളോട് അഡാപ്റ്റീവ് ആവുക. ഈ കാര്യങ്ങളാണ് രണ്ടാമത് നമ്മുടെ തൊഴിൽ മേഖലയെ ഇനി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഇനിയും നമ്മൾ അത്രയൊന്നും അഭിസംബോധന ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ക്ലൈമറ്റ് ചേഞ്ച്, അതുകൊണ്ടുണ്ടാവുന്ന ഗ്രീൻ ട്രാൻസിഷനാണ്. അതായത് നിലവിലിരിക്കുന്ന പല മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും ആ രൂപത്തിൽ ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പല പ്ലാന്റുകൾക്കും ആ രൂപത്തിൽ ഇനി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ടെക്നോളജി മാറേണ്ടതായിട്ട് വരും. പുതിയ ഒരു ഗ്രീനർ ടെക്നോളജിയിലേക്ക് അവർ മാറേണ്ടി വരും. കുറച്ചുകൂടെ സുസ്ഥിരമായിട്ടുള്ള ടെക്നോളജിയിലേക്ക് അവർ മാറേണ്ടതായിട്ട് വരും. അപ്പം ഇത്തരം മാറ്റങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിൽ നിന്ന് മാറി, നമ്മുടെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ കൾച്ചറിൽ നിന്ന് മാറി നിങ്ങൾ റിന്യൂവബിൾ റിസോഴ്സസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയേഴ്സിനെ, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയേഴ്സിനെ, അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി പ്രൊഫഷണൽസിനെ, ഇന്നിപ്പോൾ നമ്മൾ നോക്കിയാൽ ലോകത്ത് ഏറ്റവും ഡിമാൻഡിലുള്ള ആദ്യത്തെ 15 സ്കില്ലുകളിലേക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റഡായ ഈ 3 സ്കില്ലുകളും കടന്നു വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്ന, അതായത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളിലേക്ക് ലോകത്തെ മാറ്റുന്ന ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരമൊരു തൊഴിൽ മേഖല, ആ മേഖല ചരിത്രത്തിലാദ്യമായി ഈ തവണ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ജോബ്സിൽ ആദ്യ 10 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജോലി എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മളിപ്പം നിലവിലെ സാഹചര്യത്തിൽ ആക്ടിവിസം എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന എൻവയോൺമെൻറ്റിൻ്റെ കാര്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന കാര്യം, അതിൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ആദ്യ 10 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനി നാലാമത് ഈ മേഖലയിൽ നമുക്ക് തൊഴിൽ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ കാര്യത്തിലുണ്ടാവുന്ന മാറ്റം, ഡെമോഗ്രഫിക് ഷിഫ്റ്റ് എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ്. അത് തന്നെ നമ്മൾ ഇന്ന് ലോകക്രമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ നിങ്ങൾ എടുത്താൽ, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, അവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എണ്ണം കൂടുകയാണ്. അവർ ഏജിങ്ങിൻ്റെ പ്രശ്നം താരതമ്യേന കുറച്ചാണ് ഫേസ് ചെയ്യുന്നത്. എന്നാൽ വളർന്ന എക്കണോമികളെ നിങ്ങളെടുത്താൽ, യൂറോപ്യൻ എക്കണോമി അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ആളുകൾ ഏജിങ്ങിൻ്റെ പ്രശ്നവും വർക്കിംഗ് ഏജ് പോപ്പുലേഷനിൽ ആളുകളുടെ എണ്ണം കുറയുന്നതിൻ്റെ പ്രശ്നവുമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം അവരുടെ തൊഴിലിൻ്റെ ഡിമാൻഡ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും സെക്കൻഡറി ടേഴ്സറി എഡ്യൂക്കേഷൻ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്, എഡ്യൂക്കേഷൻ ടെക്നോളജിക്ക് കൂടുതൽ സാധ്യതയുണ്ട്, സ്കില്ലുകൾ, പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്, സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ആളുകൾ പുതിയ പുതിയ സ്കില്ലുകൾ നേടി കൂടുതൽ ജോലി ചെയ്യാൻ സന്നദ്ധരാകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ പോലെയുള്ള ലോവർ ഇൻകം കൺട്രീസ് ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ടാലൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയിലാണ് അവർക്ക് കൂടുതൽ ആളുകളെ വേണ്ടത്. കാരണം നിലവിലുള്ള ലിമിറ്റഡായ റിസോഴ്സസ് ഉപയോഗിച്ച് അവരുടെ രാജ്യം റൺ ചെയ്യാൻ കഴിയണം. ആളുകളുടെ എണ്ണം താരതമ്യേന കുറവാണെങ്കിൽ ആ ആളുകളെ വെച്ച് അത് മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിലാണ് അവർ ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഉള്ള ആളുകളെ കറക്റ്റായ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന മെൻറ്ററിങ് പോലെ, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇത്തരം ജോലികൾക്കെല്ലാം അവിടെ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും അവിടെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു പ്രശ്നം ഈ ഏജിങ് പോപ്പുലേഷനാണ്. പ്രത്യേകിച്ച് സമ്പന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഏജിങ് പോപ്പുലേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഇവിടെ പോലെ തന്നെ കുടുംബങ്ങൾ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കാര്യമായിട്ടില്ല. അതുകൊണ്ട് കെയർ ഗീവർ എക്കണോമി എന്ന് പറയുന്ന കാര്യം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കാര്യമായിട്ട് വളരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അവിടേക്ക് ആളുകളെ അയക്കണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷനിൽ അതിനനുസരിച്ചുള്ള മാറ്റം കൊണ്ടുവരണം. കാരണം കൺവെൻഷനലായ ഒരു നഴ്സിംഗ് ഡിഗ്രിയുമായിട്ട് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. അവർ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയ ആളുകളെ തേടുന്നുണ്ട്. അതായത് കാർഡിയാക് കെയറിലോ അതല്ലെങ്കിൽ ചൈൽഡ് കെയറിലോ മെൻ്റൽ ഹെൽത്ത് കെയറിലോ സ്പെസിഫിക് ആയിട്ട് ഒരു സ്കില്ലുള്ള, ഒരു സർട്ടിഫിക്കേഷനുള്ള, അതിനപ്പുറം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോബ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കെയർ ഗീവർ എക്കണോമി ലോകത്ത് വളരുന്നുണ്ട്, തൊഴിൽ സാധ്യതകൾ വല്ലാതെ കൂടുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മൈഗ്രേഷനിലൂടെ ആ ജോബിൽ എത്തിപ്പെടുക എന്ന് പറയുന്ന സാധ്യത സ്വാഭാവികമായിട്ടും ഇല്ലാതാവും. ഇനി അഞ്ചാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, അതും നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലൊക്കെ നമ്മൾ എത്രത്തോളം പരിഗണിക്കുന്നുണ്ടെന്ന് അറിയില്ല. അത് ജിയോ എക്കണോമിക് ആയിട്ടുള്ള, ജിയോ പൊളിറ്റിക്കലായിട്ട് ലോകത്ത് നടക്കുന്ന ഷിഫ്റ്റുകളാണ്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് കണ്ടു, ഒരു വിമാനത്തിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് ആളുകളെ, വിസയില്ലാത്തവരെ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചു, വിലങ്ങ് വെച്ച് കയറ്റി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാടിൻ്റെ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമീനെ, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളെ, നമ്മുടെ ആളുകളുടെ സാധ്യതകളെ ഇല്ലാതാക്കുകയോ അതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്യുകയാണ്. അപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ ഭൗമരാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ, ആ കാര്യം നമ്മളെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ലോകത്തുണ്ട്. ഇതിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ലോകരാജ്യങ്ങളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന സ്ഥലത്തുനിന്നും റീഷോറിങ്, അതായത് നിലവിൽ അവിടെ നടക്കുന്ന സോഫ്റ്റ്വെയർ പോലെയുള്ള സർവീസുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് റീഷോർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ തന്നെ അത്തരം കോൺഫ്ലിക്റ്റ് ഹിറ്റായ സ്ഥലങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് പകരം ഓഫ് ഷോർ ജോലികളിലേക്ക് ഈ IT ബേസ്ഡ് കമ്പനീസ് ഷിഫ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ഈ ഷിഫ്റ്റിനെ നമുക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ടെക്നോളജി മേഖലയിലാണ്. കാരണം നിങ്ങളുടെ ഒരു രാജ്യത്തിൻ്റെ ജോലി മറ്റൊരു രാജ്യത്ത് ഇരുന്ന് ചെയ്യുമ്പോൾ, ഒരു ഓഫ് ഷോർ ഡെവലപ്മെൻറ്റിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് വരും. നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ IT എൻജിനീയേഴ്സിന്, അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സ്, ഡെവലപ്പേഴ്സ്,
AI ബിഗ് ഡാറ്റ പ്രൊഫഷണൽസ്, ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം തന്നെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനും നമ്മൾ ഇന്ന് ലോകത്ത് വളരെ വലിയ ഡിമാൻഡാണ് ഇനി ഉള്ള കാലത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സ് നിലവിൽ നമ്മുടെ വിദ്യാഭ്യാസ നയരൂപീകരണത്തെ എത്രമാത്രം കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 കാരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ വിഷയങ്ങളാണ്. അപ്പം ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാറ്റം സ്വാഭാവികമായും എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടാവും. അപ്പം അതിന് സമാന്തരമായ മാറ്റങ്ങൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നാൽ പറ്റിയില്ലെങ്കിൽ, അതിനെ നിലയിൽ ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ മാറിയില്ലെങ്കിൽ, ന്യൂ ഏജ് കോഴ്സുകളെ നമുക്കിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗവും സ്വകാര്യ വിദ്യാഭ്യാസ രംഗവും ഒരുപോലെ മുന്നോട്ട് വന്നില്ലെങ്കിൽ, സ്വാഭാവികമായും ഈ ചാലഞ്ചസ് നമ്മുടെ ഭാവിയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. സിദ്ധാന്ത് മനോഹരമായിട്ടൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് സംസാരിക്കാൻ കുറച്ചും കൂടി എളുപ്പമായി. നമ്മുടെ ഈ ടോപ്പിക്ക് തന്നെ പുതിയ മാറുന്ന ലോകവും പുതിയ വിദ്യാഭ്യാസ രീതികളിൽ നിന്നാണ്. അപ്പോൾ ഈ വേർഡ് പുതിയ എന്നുള്ള വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നമ്മളൊരു എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കുക, നമുക്കൊരു സെറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. അതായത് ഒരു സിലബസ്, അതിന് സ്കൂളിൽ പോയി ടീച്ചർ ഒരു കാര്യം പറഞ്ഞു വരുന്നു, അതിന് കുറേ ഹോംവർക്ക് ഉണ്ട്, തിരിച്ചു വരുന്നു, പോകുന്നു. ആ കോൺസെപ്റ്റേ തന്നെ ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻട്രൊഡ്യൂസിങ് ദ ന്യൂ സ്കിൽ സെറ്റ്സ് ഫോർ ദ ന്യൂ വേൾഡ്. അതുകൊണ്ട് ദ വേർഡ് ന്യൂ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം സ്കിൽ സെറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഇൻഡസ്ട്രി നമുക്കറിയാം. നമ്മൾ കണ്ട 20-25 വർഷം മുമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം, എൻ്റെ കാര്യം പറഞ്ഞ പലരുടെയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം ഇന്നുള്ള കാലവുമായിട്ട് വരുമ്പോൾ ലോകത്തിലുള്ള പല കാര്യങ്ങളും മാറിക്കഴിഞ്ഞു. പണ്ട് നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ടാക്സി സ്റ്റാൻഡുകളുണ്ടായിരുന്നു. ഇപ്പോൾ ടാക്സി സ്റ്റാൻഡുകൾ എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സ്ഥലമില്ല. കാരണം ഇപ്പം കൂടുതൽ മൊബൈലായി, ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതെല്ലാം കാരണം. പിന്നെ നമ്മൾ പണ്ട് STD ബൂത്തുകൾ, എനിക്കറിയില്ല ഇപ്പോൾ STD ബൂത്തുകൾ ഏതെങ്കിലും ടൗണിലുണ്ടോ എന്ന്. അപ്പോൾ പല കാര്യങ്ങളും ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണ്. ന്യൂ സ്കിൽ സെറ്റ്സും ന്യൂ വേൾഡും. പുതിയ ലോകം എപ്പോഴും വേൾഡ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഓഫ് കോഴ്സ് ബാക്കിയുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺസും ആൻഡ് വി ആർ ടേക്കിംഗ് സസ്റ്റൈനബിലിറ്റി ആസ് എ കോഴ്സ്, ലോട്ട് ഓഫ് അതർ റീസൺസ് അത്. ബട്ട് ടെക്നോളജി ഈസ് ദ കോർ ആൻഡ് കീ ഫാക്ടർ. ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് നടക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ടെക്നോളജി. അത് ഏത് സെക്ടർ എടുത്തോ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് ചേഞ്ച് കിടക്കുന്നു. അപ്പോൾ വേൾഡ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേൾഡിന് വേണ്ട പുതിയ സ്കിൽ സെറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. കാരണം പണ്ട് നമ്മൾ ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു കോഡ് പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു കോഡർ ആണെങ്കിൽ എളുപ്പത്തിൽ ജോലി കണ്ടുപിടിക്കും. ഇന്നപ്പോൾ അങ്ങനെയല്ല. ഓരോ സ്കിൽ സെറ്റുകളും ഓരോ ജോലിക്കും വേണ്ട സ്കിൽ സെറ്റുകളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്കിൽ സെറ്റുകൾ പഠിപ്പിക്കാൻ ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു പരിധി വരെ പറ്റുള്ളൂ. കാരണം ഇൻഡസ്ട്രിയും ക്ലാസ് റൂമും എപ്പോഴും ഒരു ഡിഫറൻസ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കുറച്ചെങ്കിലും ഡിഫറൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വളരെ സ്പീഡിൽ നടക്കും. ക്ലാസ് റൂമിൽ അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇവൻ പ്രൈവറ്റ് ആയിക്കോട്ടെ പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് കൊണ്ടുവരാം, പബ്ലിക്കിൽ ഒരിക്കലും കൊണ്ടുവരാൻ കുറേ കൂടി സമയമെടുക്കും. ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത അത്. സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഓരോ സെറ്റ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആ ചേഞ്ച് പെട്ടെന്ന് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പാടാം. അപ്പോൾ ഈ വേൾഡിന് വേണ്ട പുതിയ സ്കിൽ സെറ്റുകളെ പഠിപ്പിക്കാനും ഇന്നത്തെ എഡ്യൂക്കേഷൻ പറയുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിവൈസിലുണ്ട്. നമ്മൾ ഈ പറയുന്ന 6 ഇഞ്ച് സ്ക്രീനിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കൊരിക്കലും ഈ പറയുന്ന നോളജ് ക്ലാസ് റൂമിൽ നിന്ന് അക്യൂർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ഈ സ്കിൽ സെറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ലോകത്തിൽ നടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് മാറ്റങ്ങൾ. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുകയും, ഗിവിങ് ദം ദ കോൺഫിഡൻസ് ടു പ്രാക്ടീസ് ദോ സ്കിൽ സെറ്റ്സ്. ആ ഒരു രീതിയിലേക്ക് എഡ്യൂക്കേഷൻ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുക ഏറ്റവും ചലഞ്ചിങ് ജോബ് ഇന്ന് ലോകത്തിൽ എടുക്കുകയാണെങ്കിൽ അത് ടീച്ചിങ് ആയിരിക്കും. കാരണം നിങ്ങളൊരു ക്ലാസ് റൂമിൽ ചെന്നാൽ 60 കുട്ടികൾ, 60 വ്യത്യസ്തമായ ഐഡിയകൾ, 60 വ്യത്യസ്തമായ തോട്ട് പ്രോസസ്സ്, അവർക്കുള്ള 60 ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പോഷർ. 60 പേരുടെ ഒരു ക്ലാസ് ആണെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുമായിട്ടാണ് ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു ടീച്ചർ ചെല്ലുന്നത്. പണ്ടാണെങ്കിൽ നമ്മൾ പറയും ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണെങ്കിൽ അത് ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും എൻ്റെ ഫാദറും പഠിച്ചിരിക്കുന്നത്, ഇനി എൻ്റെ ബ്രദറും പഠിച്ചിരിക്കുന്നത്, എൻ്റെ സിസ്റ്ററും പഠിച്ചിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. കുട്ടികളൊരു എക്സ്പെക്റ്റേഷനോടെ, കാരണം
ഒരു ടിപ്പിക്കൽ ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റായിട്ട് ഒരു സ്റ്റുഡൻറ്റ് മാറിക്കഴിഞ്ഞു. കാരണം ഒരു സ്റ്റുഡൻറ്റിന് എന്ത് വേണം, ഒരു കൺസ്യൂമറിൻ്റെ പ്രത്യേകത എന്താ, അവന് വേണ്ട പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ചോദിച്ചു വാങ്ങാനും ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കിത് പോരാ, ഇതല്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ്, ഒരു കൺസ്യൂമറിൻ്റെ മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റിലേക്ക് സ്റ്റുഡൻറ്റ് മാറിക്കഴിഞ്ഞു. കാരണം ആ ലോകം മാറുന്നതനുസരിച്ച് അവരും കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ അനുഭവിക്കുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിയുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ജോബായിട്ട് വിദ്യാഭ്യാസം മാറി, എഡ്യൂക്കേഷൻ മാറി. ഇനി എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഈ പുതിയ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം കൂടുതൽ നെറ്റ്വർക്കിങ്ങിനും കൂടുതൽ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും അത് കൊടുക്കാനുള്ള സ്കിൽസ്, അത് കൊടുക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക. ഇപ്പോൾ സ്കിൽ സെറ്റുകൾ പണ്ട് നമ്മൾ പറയും ടൈപ്പ് റൈറ്റിംഗ് വാസ് എ സ്കിൽ സെറ്റ്. 20 years ബാക്ക്, 25 years ബാക്ക് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു സ്കിൽ സെറ്റായിരുന്നു. പിന്നെ അത് വേർഡ് MS ഓഫീസ് പഠിക്കുന്നതായി, കമ്പ്യൂട്ടർ പാക്കേജസായി, ഇതൊക്കെ മാറി. ഇന്നത്തെ സ്കിൽ സെറ്റുകൾ, ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ഒരു സ്കിൽ സെറ്റ്, ഫോബ്സിൻ്റെ ഒരു സ്കിൽ സെറ്റ് ലാസ്റ്റ് ഇയർ പബ്ലിഷ് ചെയ്തെടുക്കുവാണെങ്കിൽ അതിനകത്ത് അവർ പറയുന്നത് ദേ ആർ നോട്ട് ടോക്കിംഗ് മച്ച് അബൌട്ട് ഡൊമൈൻ സ്കിൽസ്. ഓഫ് കോഴ്സ് നമ്മളൊരു കാര്യം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ എന്തായാലും വേണം. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ അറിഞ്ഞിരിക്കണം. ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഞാൻ അറിഞ്ഞിരിക്കണം. അത് ഡൊമൈൻ സ്പെസിഫിക് ആണ്. അത് ഏത് ജോലി ചെയ്യുന്നു ആ ഡൊമൈനുമായിട്ട്, ഒരു മീഡിയ ജേർണലിസ്റ്റ് ആണെങ്കിൽ മീഡിയം ജേർണലിസവും ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എപ്പാർട്ട് ഫ്രം ഡൊമൈൻ സ്പെസിഫിക് കുറേ സ്കിൽ സെറ്റുകളുണ്ട്. അത് ഈ പറയുന്ന കാര്യങ്ങൾ എന്താ, ഐഡിയേഷനാണ്, ഇന്നൊവേഷനാണ്, അല്ലെങ്കിൽ ടെക്നോളജിയെ വെൽക്കം ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു റെസിലിയൻസ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഇൻ എ ടീം ആസ് എ ടീം ലീഡറായിട്ടും ടീം മെമ്പറുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. അങ്ങനെയുള്ള സ്കിൽ സെറ്റുകൾ എപ്പോഴും ഈ പറയുന്ന കോർ സ്കിൽ സെറ്റുകളുണ്ടല്ലോ, ഡൊമൈൻ സ്പെസിഫിക് അല്ലാത്ത സ്കിൽ സെറ്റുകൾ എല്ലാ ജോലിക്കും ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മുടെ സ്കൂളുകളും കോളേജുകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഇനി ഒരു 10 വർഷത്തേക്കപ്പുറം, ഇത് പറയാൻ കാരണം ഞങ്ങളിപ്പോൾ ഒരു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് ലാസ്റ്റ് ഒരു 10 ദിവസം മുമ്പ് കൊച്ചിയിൽ നടത്തി. അപ്പോൾ അതിനകത്തൊരു ക്രിയേറ്റീവ് എക്സസൈസ് ആയിട്ട് 2050 ലോകം എങ്ങനെയായിരിക്കുമെന്നൊരു ക്രിയേറ്റീവ് എക്സസൈസ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തു. 2050 നിങ്ങൾ എന്തൊക്കെ കാണും, നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ വന്ന ഒരു പത്രത്തിൽ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നു. അത് വളരെ വിവാദമായൊരു കാര്യമാണ്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ഒരു 25 വർഷം ഡൗൺ ദ ലൈനിൽ ഇത് നടക്കാൻ പോകുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താലേ നമുക്കൊരു ഫ്യൂച്ചർ വർക്ക് ഫോഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തോട്ട് ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലാസ് റൂമുകളിൽ വേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുകയല്ല, അവിടെ പഠിപ്പിക്കേണ്ടത് ക്രിയേറ്റിവിറ്റിനെ എൻകറേജ് ചെയ്യേണ്ട എക്സസൈസുകൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് കൊണ്ടുവരിക. അപ്പോൾ അതിനകത്ത് പല ന്യൂസുകളും ഉണ്ട് കേട്ടോ. കാരണം ഈ നോട്ട് മാത്രമാണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ പറയുന്നത് ഒരു ഡീപ് സീ, ഒരു ഓഷ്യാനസ് എന്നൊരു സിറ്റി ഉണ്ടാകുന്ന കാര്യം, ഇതൊക്കെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പല കുട്ടികളും അറിയാതിരിക്കുന്ന കാര്യമുണ്ട്. കാരണം ഇപ്പോൾ എന്തിന് റിസർച്ച് നടക്കുന്നു എന്നതിനെക്കുറിച്ച് അവർ അറിയില്ല. ഇപ്പോൾ AI എന്ന് പറയുന്നൊരു ബസ് വേർഡായി. പക്ഷേ AIയുടെ റിസർച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഡാറ്റാ സയൻസും അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങും അല്ലെങ്കിൽ NLPയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് നടന്നിട്ടാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വരുമ്പോഴാണ് ഈ മാർക്കറ്റിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് സംതിങ് ഹാസ് കം ആസ് എ ഡിസ്റപ്ഷൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനു മുമ്പുള്ള ആ ഹോംവർക്ക്, അതിനു മുമ്പുള്ള തോട്ട് പ്രോസസ്സ് വർഷങ്ങൾക്ക് മുമ്പേ എടുത്തതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ റോബോട്ടിക്സ് പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചിന്തകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സസൈസ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്, ഈ പുതിയ അധ്യയന രീതി എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് ബിൽഡ് ചെയ്യേണ്ടത്, ഞാൻ പഠിച്ച് പാസ്സാകും. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തായിരിക്കും ലോകം എന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ളൊരു വിഷൻ, അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ആ വിഷൻ ഇല്ല. കാരണം നമ്മളെപ്പോഴും പഠിപ്പിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ പഠിപ്പിക്കും, അമേരിക്കൻ ഫ്രീഡം സ്ട്രഗിൾ പഠിപ്പിക്കും, ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റിംഗ്. ഇതൊക്കെ ശരിയാണ്. നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എടുക്കാനുണ്ട്, ഒത്തിരി വ്യൂസ് ഉണ്ട്, നല്ല ലെസൺസ് ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ ലെസൺസ് എടുക്കുന്നത് കൂടാതെ നമ്മളെന്തിനും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഒരു വർഷം മൊത്തം അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. അതാണ് പാസ്റ്റ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തൊരു കാര്യം. പ്രസൻറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെയും നിങ്ങളുടെയും ജനറേഷൻ അല്ലെങ്കിൽ ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പ്രസൻറ്റ്. ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ഫോക്കസ്, ഭാവിയെക്കുറിച്ചൊരു ഫോക്കസ് ഇല്ലാത്തതാണ് പുതിയ വേൾഡ് അല്ലെങ്കിൽ പുതിയ അധ്യയന രീതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. എനിക്ക് തോന്നുന്നു കുറേ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്യൂമർ,
ദ റൈറ്റ് വേർഡ് ഈസ് കൺസ്യൂമർ. അവർ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയി, അവർ കുറച്ചുകൂടെ ഡിമാൻഡിങ് ആയതുകൊണ്ട് ഈ പറയുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ, ക്ലാസ് റൂമിൽ പഠിപ്പിച്ചില്ലെങ്കിൽ കിട്ടാൻ വേണ്ട സോഴ്സ് ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ക്ലാസ് റൂം കുറച്ചും കൂടെ എൻഗേജ്ഡ് ആവുകയാണെങ്കിൽ ഒരു നല്ലൊരു വർക്ക് ഫോഴ്സിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന സ്കിൽ സെറ്റുകളുണ്ടല്ലോ, സ്കിൽ സെറ്റുകളുടെ എല്ലാം കാര്യം പറയുമ്പോഴും നമ്മൾ നോക്കിക്കാണുന്നത് നമ്മുടെ സ്കിൽ സെറ്റുകൾ വളരെ നാരോ മൈൻഡ് സെറ്റിലാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു കുഴപ്പമാണ്. നമ്മുടെ നാരോ മൈൻഡ് സെറ്റിൽ നമ്മളൊരു ലെസൺസ് പഠിപ്പിക്കുന്നു, അത് നാളെയോ മറ്റന്നാളോ അത് ചിലപ്പം എക്സിസ്റ്റ് ചെയ്യില്ലായിരിക്കും. ഒരു 20 ഇയേഴ്സ് ഡൗൺ ദ ലൈനിൽ 15 ഇയേഴ്സ് ഡൗൺ ദ ലൈനിൽ എന്ത് വേണം, പിന്നെ അതിനുപരിയായിട്ട് ഡിഗ്രി വന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ദാറ്റ് ഈസ് വാട്ട് മിസ്സിങ് ഇൻ ദ സിസ്റ്റം. കാരണം നമ്മൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു എക്സ്പയറി ഡേറ്റ് വേണം ഡിഗ്രിക്ക്. അത് ഇന്ന് ഞാൻ ഗ്രാജുവേറ്റ് ആയെങ്കിൽ എനിക്ക് ആ ഡിഗ്രി റിന്യൂ ചെയ്യാം, നമ്മൾ ലൈസൻസ് എടുത്ത് റിന്യൂ ചെയ്യണം. പല ക്വാളിഫിക്കേഷൻസ്, പല പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനും ഈ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്, CPD എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഉണ്ട്. കാരണം ഒരു ഡോക്ടർ ആണെങ്കിൽ മസ്റ്റായിട്ട് CPD അവേഴ്സ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ CPD അവേഴ്സ് അറ്റൻഡ് ചെയ്യണം. കാരണം ഇൻഡസ്ട്രിയിൽ എപ്പോഴും മാറ്റം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്കിൽ സെറ്റുകൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡൊമൈനിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏരിയയിൽ മാറ്റം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ വിചാരിക്കും ഈ AI വന്നു നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ അറസ്റ്റ് ചെയ്യുന്നു. ഒരിക്കലുമില്ല. കാരണം ക്രിയേറ്റിവിറ്റീനെ അറസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഈ ChatGPT എന്ന ഇൻവെൻഷനോടെ AIയുടെ ഇൻവെൻഷൻ തീർന്നേനെ. മനുഷ്യൻ അതിൽ കൂടുതൽ ചിന്തിക്കില്ല. ഓക്കെ, ഐ ഗോട്ട് സംതിങ് ഫൈനസ്റ്റ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാനത് കൂടുതൽ ചിന്തിക്കാൻ പോകുന്നില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ഡീപ്സിക്കിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അത് വീണ്ടും ഫൈനർ ആകാനും അല്ലെങ്കിൽ ഫൈനസ്റ്റ് ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി എന്ന് പറയുന്ന ഹ്യൂമൻ്റെ നേച്ചറാണ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പാരച്യൂട്ടിൽ വിമാനം ഒതുങ്ങിയേനെ, എയർബസ് 380 ബോയിങ് ഒന്നും വരില്ലായിരുന്നു. അപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ മാറ്റങ്ങളിൽ പ്രിപ്പയർ ആകാൻ പറ്റിയ ജനറേഷനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. തുടക്കത്തിൽ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. പിന്നെ അനാവശ്യമായ ഒരു സ്ട്രെസ്സൊക്കെ കൊടുത്ത് ഇതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊരു സക്സസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഫോർ എ സ്റ്റുഡൻറ്റ്. ടുഡേ മോർണിംഗ് ഓൾസോ ഐ ഹാഡ് എ കോൺവെർസേഷൻ അറൗണ്ട് ഇറ്റ്. ഒരു ഡോക്ടർ ആയാലും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയാലും സക്സസ് ആയി, അതാണ് അതിൻ്റെ സക്സസിൻ്റെ ഡെഫിനേഷൻ. നമ്മുടെ സൊസൈറ്റിക്ക് നമുക്ക് ഡോക്ടർ എഞ്ചിനീയറേയും മാത്രം പോരാ, നല്ല ആർക്കിടെക്റ്റിന് വേണം, നല്ല ഫിലിം മേക്കേഴ്സിന് വേണം, നല്ല മ്യൂസീഷ്യൻസിന് വേണം, നല്ല ജേർണലിസ്റ്റിന് വേണം, അല്ലെങ്കിൽ നല്ല എൻവയോൺമെൻറ്റലിസ്റ്റിന് വേണം. ഇതൊക്കെ പഠിപ്പിക്കാനും ആ ഒരു അവയർനെസ്, ആ ഒരു അവബോധമില്ല. കാരണം ഇത് ബേസിക്കലി നമ്മുടെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോപ്പുലേഷനെ ഡ്രൈവ് ചെയ്യുന്നത് ടെസ്റ്റ് പ്രെപ്പ് കമ്പനികൾ അവർ പറയുന്ന ഡോക്ടർ ആയാൽ സംതിങ് ഈസ് ഗ്രേറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാൽ സംതിങ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു റോങ് പെർസെപ്ഷൻ ബിൽഡ് ചെയ്തതുകൊണ്ട് അനാവശ്യമായ സ്ട്രെസ്സും അനാവശ്യമായ ഒരു ഡയറക്ഷൻ സ്റ്റുഡൻറ്റിലേക്ക് വരിക. അതൊക്കെ മാറ്റി വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കാനും അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ നമ്മുടെ ജനറേഷൻ കുറച്ചും കൂടെ ബ്രൈറ്റർ ആവും, നമ്മുടെ സ്ട്രെസ്സ് കുറയും. ഇപ്പം തന്നെ നമ്മൾ ഒരു സർവേ, വളരെ രസകരമായ സർവേ ഉണ്ട്, വളരെ യങ് പോപ്പുലേഷൻ്റെ അടുത്തുള്ള സർവേ ആണ്. ഒരു 20 to 25% ആൾക്കാർ അനാവശ്യ സ്ട്രെസ്സിലൂടെ കടന്നു പോവുക. ഞാൻ യങ് പോപ്പുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്, സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഒരു അടുത്തിടെ കൊച്ചിയിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇതൊക്കെ റാൻഡം ഇൻസിഡൻസ്. ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കൂടാതിരിക്കണമെങ്കിൽ വളരെ അവരുടെ ടേസ്റ്റുകൾ അനുസരിച്ച് ഫോളോ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം വിത്തിൻ ദ ഫാമിലിയും വിത്തിൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഉണ്ടാകണം. പിന്നെ സൊസൈറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട്, കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ഏർലി കൺക്ലൂഷൻസ് മേക്ക് ചെയ്യരുത്. കാരണം ഈ ലോകം മാറിക്കൊണ്ടിരിക്കും, ലോകത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സ്കിൽ സെറ്റുകൾ അഡോപ്റ്റ് ചെയ്യുക. അല്ലാതെ ഇതാണ് സക്സസിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. ആ ഒരു കാലത്തിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഞങ്ങളുമായിട്ട് വളരെ അലൈൻഡ് ആണ് തീം. കാരണം ഞങ്ങൾ പറയുന്ന കാര്യം ബി ദ ചേഞ്ച് ആൻഡ് ബി ദ ഫ്യൂച്ചർ എന്നാണ്. കാരണം എന്താണ് ചേഞ്ച്, എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, കുട്ടികളെ എങ്ങനെ കേപ്പബിൾ ആകാൻ പറ്റും, അവർക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. ടേക്ക് മൈ വേർഡ്, എഡ്യൂക്കേഷൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ആ ഒരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ ക്യാമ്പസുകൾക്ക് പറ്റിയാൽ മാത്രമേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നല്ലൊരു ജനറേഷൻ. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ ജർമ്മനിയിലൊരു പ്രൊജക്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടെയൊക്കെ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യങ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ യങ് പോപ്പുലേഷൻ വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള യങ് പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ജർമ്മനി റീസെൻ്റായിട്ട് ജർമ്മനിയിൽ ബ്രെയിൻ സിറ്റി ബർലിൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. വളരെ രസകരമായ ക്യാമ്പയിനാണ്. കാരണം വേറെ ഒന്നുമല്ല, ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് അവിടെ നല്ല മിടുക്കന്മാർ
മിടുക്കരായ കുട്ടികൾക്ക് അവിടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള ഒരു സിസ്റ്റത്തെ ജർമ്മനി പ്രൊമോട്ട് ചെയ്യുന്നു. ആ പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, 2030 ആകുമ്പോഴത്തേക്കും ജർമ്മനിയിലെ വർക്ക് ഫോഴ്സിൻ്റെ ഗ്യാപ്പ്, അതായത് അവരുടെ ലോക്കലി അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് ഫോഴ്സും അവർക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 60 മില്യനാണ്. അത്രയും ഗ്യാപ്പിനെ ഫോഴ്സ് ചെയ്ത് അതിനുവേണ്ടി ഒരു കൺട്രി എടുത്ത സ്റ്റെപ്പാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ. അപ്പം അങ്ങനെയുള്ളൊരു വിഷണറീസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു വളരെ വിഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വി ഡോണ്ട് നീഡ് ടു സി നാളൊക്കെ നമ്മളൊക്കെ കാണുന്ന ഒരു ലോകം ഇപ്പോൾ 2050 പത്രത്തിൽ തന്നെ പോകുമ്പോൾ നമ്മുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞ ബോർഡർ ഫോഴ്സ് ഇല്ലാതെ, ഇപ്പോൾ അമേരിക്കൻ കാര്യം പറയണം, അമേരിക്കൻ കാര്യം നമ്മളൊരു വലിയ സെൻസിറ്റീവായിട്ട് എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് അനധികൃതമായിട്ട് താമസിക്കുന്ന ആളുകളെ, നമ്മൾ ഇന്ത്യക്കാരനായതുകൊണ്ട് നമുക്കതിനൊരു വിഷമമുണ്ടായി. അതേസമയം 100 ബംഗ്ലാദേശികൾ തിരുവനന്തപുരം പട്ടണത്തിൽ കണ്ടുവിട്ടുവാണെങ്കിൽ അവരെ നമ്മൾ നാട് കടത്തില്ലേ? അവിടെ നമ്മളെ നാട് കടത്തും, ഉറപ്പായിട്ടും കടത്തും. അപ്പോൾ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ, അല്ലെങ്കിൽ ലീഗലായിട്ട് റെസിഡൻസി പെർമിറ്റുള്ള ഒരാളെ നാട് കടത്തിയാൽ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള ചോദിക്കാൻ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്, ഇറ്റ്സ് ഹ്യൂമൻ ജസ്റ്റിസ്. പക്ഷേ ഇല്ലീഗലായിട്ട് ജപിക്കുന്ന ഒരാളെ നമ്മളത് സെൻസിറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രവണതകളെ, അങ്ങനെയുള്ള പ്രാക്ടീസുകളെ നമ്മൾ മാറ്റിക്കൊടുക്കണം. കാരണം നമ്മൾ ഇതിനൊരു പ്രതിഷേധം നടത്തി നമ്മളൊരു റോങ്, അല്ലെങ്കിൽ ഒരു കൾച്ചർ സെറ്റ് ചെയ്യുവാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ റൈറ്റാണ് അവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ, ലീഗലായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ റിസൈഡ് ചെയ്യാൻ താമസിപ്പിക്കുക, ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ പറഞ്ഞു വിടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികം തലയിലെടുത്ത് ഈ എസ്പെഷ്യലി പുതിയ യങ് ജനറേഷനെ അങ്ങനെയുള്ള ട്രെൻഡുകൾ പഠിപ്പിക്കരുത്. അവർ നമ്മളെക്കാളും കുറച്ചും കൂടെ നമ്മളെക്കാളും ലോകപരിചയം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ കൊച്ചു 6 വയസ്സേ ഉള്ളൂ. സംസാരിക്കുമ്പോൾ ഞാനൊരു വെള്ളം ടാപ്പ് തുറന്നു വിട്ടാൽ അടയ്ക്കാൻ 1 മിനിറ്റ് 1 സെക്കൻഡ് വൈകിയാൽ അവൻ പറയും വെള്ളം പാഴാക്കരുതെന്ന് പറയും. എനിക്കതിന് ആ മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമായിരുന്നു. നമ്മൾ ഒരിക്കലും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല വെള്ളം പാഴാക്കരുത്. നമ്മളെ പഠിപ്പിച്ചത് കോസ്തീറ്റയും അല്ലെങ്കിൽ ഡാർവിൻ്റെയും ന്യൂട്ടൻ്റെയും സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിച്ച്. ആ സിസ്റ്റം മാറുക. അപ്പോൾ പുതിയ രീതികളെ പേടിപ്പിക്കാതെ വളരെ ഫ്രീ ആയിട്ട് ചിന്തിപ്പിക്കാനുമുള്ള ഒരു രീതിയായിട്ട് എഡ്യൂക്കേഷൻ മാറണം. ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് റൈറ്റ് വേർഡ്. കാരണം അവരെ ഒരു തോട്ട് ലീഡേഴ്സാക്കി മാറ്റാനുള്ള ഒരു സമ്പ്രദായം നിലവിൽ വരിക, അല്ലെങ്കിൽ അതിനെ എല്ലാവരും എൻകറേജ് ചെയ്യുക. ആ ഒരു കൾച്ചറൽ ചേഞ്ച്, ഇതൊരു കൾച്ചറൽ ചേഞ്ചാണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കാനും മാറി കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു കൾച്ചറൽ ചേഞ്ച്. ആ ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മുന്നോട്ടെടുക്കണം. നമ്മളിത് എല്ലാ കോൺഫറൻസുകളിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ്, മാറണം. ആ മാറ്റം ആരെടുക്കുമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകത. ആ മാറ്റം എടുക്കാത്തിടത്തോളം കാലം അടുത്ത മാതൃഭൂമിയിലും നമ്മളിത് സംസാരിക്കും, ഈ മാറ്റത്തിൻ്റെ കാര്യം സംസാരിക്കും. താങ്ക് യു. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഇതിൻ്റെ തുടർച്ചയായി തന്നെ പറയട്ടെ. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളുടെ ഒരു സാധാരണഗതിയിൽ അതിനകത്തുണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അത് 2 സൈഡിലും ആ പ്രശ്നമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് കുട്ടികളെ അവരുടെ അടുത്ത കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിൽ അവർ നടത്തുന്ന ഒരു ഇൻഫ്ലുവൻസ് എത്രമാത്രമുണ്ട്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിനെ അതിലെ ധാർമ്മികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചയല്ല, നമ്മളതിൻ്റെ കോമ്പീറ്റൻസ് സൈഡിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതായത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസിഷൻ എന്താണ്, ഒരു കരിയർ ഡിസിഷൻ എന്താണ്, അയാൾ എന്ത് കോഴ്സ് പെർസ്യൂ ചെയ്യണമെന്ന കാര്യം, എന്ത് കരിയർ ചൂസ് ചെയ്യണമെന്ന കാര്യം അയാൾക്ക് വിട്ടുകൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മാതാപിതാക്കളും അയാളും കൂടെ ചേർന്ന് തീരുമാനം എടുക്കുക എന്നതിനോടൊപ്പം തന്നെ അതൊരു എഡ്യൂക്കേറ്റഡ് ഡിസിഷൻ ആയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ കാലം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പലപ്പോഴും എന്താണ് 15 കൊല്ലത്തിനപ്പുറം എന്ന കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തത്ര ഡൈനാമിക്കായ, അത്ര ചേഞ്ചിങ് ആയ ഒരു ലോകത്തിനെയാണ് നമ്മൾ നേരിടുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് ഉണ്ടാവാൻ പോകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലൈൻ ജോബ്സ് എന്ന് നമ്മൾ പറഞ്ഞ, അതായത് ഈ ഡെലിവറി പ്രൊഫഷണൽസ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിലെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾ, ഇത്തരം ജോലികൾക്ക് പ്രത്യേകിച്ച് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലമായതുകൊണ്ട് ഇത്തരം ഫ്രണ്ട് ലൈൻ ജോബ്സിൻ്റെ സാധ്യത ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കെയർ ഗിവേഴ്സിൻ്റെ കാര്യത്തിലും ഈ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ആ ജോബിന് വോളിയത്തിൽ ഭയങ്കരമായി ജോബ് കൂടുന്നുണ്ട്.
അതേപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ബിഗ് ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, അതിൻ്റെ എഞ്ചിനീയേഴ്സ്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ്, നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ജോലി സാധ്യത അബ്സല്യൂട്ട് നമ്പേഴ്സിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഈ കൂടുന്നതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എവിടെയാണ് ജോലികൾ നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ ഈ 2025 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ നിലവിൽ ലോകത്തിരിക്കുന്ന സ്കിൽ സെറ്റിൽ 5ൽ 2 ഏതാണ്ട് 39% സ്കിൽ സെറ്റുകൾ ഡോർമെൻ്റ് ആവും. അതായത് അതിന് ഉപയോഗപ്രദമല്ലാത്ത സ്കില്ലുകളായിട്ട് അത് മാറും. അങ്ങനെ വരാൻ പോകുന്ന ജോലികൾ എന്ന് പറയുന്നത് റിപ്പിറ്റേറ്റീവ് സ്വഭാവമുള്ള ജോലികളാണ്. അതായത് ഒരു ബാങ്കിലെ ടെല്ലറുടെ ജോലി, അതിൻ്റെ എണ്ണം കുറയാൻ പോവുകയാണ്. ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി കുറയാൻ പോവുകയാണ്. ക്ലർക്കിൻ്റെ ജോലി കുറയാൻ പോവുകയാണ്. പക്ഷെ നമ്മളിപ്പോഴും ബൈ ആൻഡ് ലാർജ് 92% ഇന്ത്യൻ മാതാപിതാക്കളും ഏതാണ്ട് 7 കരിയർ ചോയ്സുകളിലേക്ക് കുട്ടികളെ അയക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ 7ലൂടെയും നിങ്ങൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള ജോലികളെല്ലാം തന്നെ ഈ അസിസ്റ്റൻ്റ് റോളുകൾ, ക്ലറിക്കൽ ജോലികൾ, ഇത്തരം കാര്യങ്ങളാണ്. ഈ റിപ്പിറ്റേറ്റീവ് സ്വഭാവമുള്ള ജോലികളായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സാങ്കേതികവിദ്യ ആദ്യം റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മാറ്റത്തോട് അഡാപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനേക്ക് നമ്മൾ എത്രമാത്രം ഇൻഫോംഡ് ആണ് എന്നതിന് ശേഷം നമ്മൾ കുട്ടിക്കൊരു ഉപദേശം കൊടുക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടി വളർന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അപ്പുറത്തെ സൈഡ് എന്ന് പറയാം, അയാൾ തന്ത വൈബാണെന്ന് പറയുമായിരിക്കും. അപ്പം കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെ കുറ്റമായിട്ട് കാണേണ്ടതില്ല. കാരണം തൊട്ട് മുമ്പത്തെ തലമുറയുടെ സ്വഭാവ സവിശേഷതകളല്ല ഒരു കാലത്തും അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ആളുകൾ സ്വാഭാവികമായിട്ടും ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിന് തൊട്ട് മുമ്പത്തെ തലമുറയിൽ ഇരുന്നിട്ട് ഞാൻ ഇന്നത്തെ കുട്ടികളെ മോശമായിട്ട് പറയുകയല്ല. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ തലമുറയിൽ തന്നെ ആ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടിരിക്കും. കാരണം ഞാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. ഞാൻ നാട് മുഴുവൻ നടന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഞാൻ എഡ്യൂക്കേഷൻ ടെക്നോളജിയിലാണ് ഒരു ജോലി ചെയ്യുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥലം ഹയർ എഡ്യൂക്കേഷനാണ്. ഈ കാര്യങ്ങളിലാണ് പഠിക്കാനും അറിവ് സമ്പാദിക്കാനും കൂടുതൽ ആളുകളെ അതിനകത്ത് അവെയർ ആക്കാനും ഞാൻ ശ്രമിക്കുകയും അതിനകത്ത് എന്തെങ്കിലും ഇൻ്റർവെൻഷൻ സാധ്യമാവുമോ, മീനിങ് ഫുൾ ആൻഡ് ലാർജ് സ്കെയിലായി ഇൻ്റർവെൻഷൻ സാധ്യമാവുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അതായത് ഞാൻ കോളേജിൽ പോയി പഠിച്ച സ്കില്ല് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ സ്കിൽ സെറ്റ് പഠിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കേരളത്തിലെ ഒരു റിമോട്ട് നാട്ടും പുറത്തുനിന്ന് വരുന്ന ആളാണ്. പയ്യന്നൂരിനും പിന്നെയും 35 കിലോമീറ്റർ അപ്പുറം പുളിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ പഠിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ സംബന്ധിച്ച് എനിക്കന്ന് വക്കീലാവണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വക്കീലിൻ്റെ ജോലി ചെയ്യുന്ന ആളുകളെല്ലാവരും അത്രയൊന്നും സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരല്ല. അവരെ പറ്റി പൊതുവിൽ അവരെ കണ്ടുപഠിക്കാൻ മാതൃകയാക്കാനൊന്നും ആരും പറയുന്ന ആൾക്കാരല്ല. അപ്പോൾ എൻ്റെ അച്ഛനോട് എനിക്ക് വക്കീലാവണം എന്ന് പറയുമ്പം അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ 2 വക്കീലന്മാരുണ്ട്. ആ 2 വക്കീലന്മാരോടും അച്ഛന് നല്ല അഭിപ്രായമല്ല ഉള്ളത്. അതുകൊണ്ട് വക്കീലായി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന നല്ലൊരു കാര്യമായിട്ട് പേര് പറയാം, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ ടെക്നോ പാർക്കിൽ ജോലി കിട്ടി, 25,000 രൂപ ശമ്പളം കിട്ടി. അന്നത്തെ നാട്ടിൽ 10,000 രൂപ ഒരു വലിയ ശമ്പളമായിരുന്ന കാലത്ത് ഉണ്ണിയേട്ടന് 25,000 രൂപ ശമ്പളം കിട്ടി. 25,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി കിട്ടാൻ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചപ്പോൾ ബിടെക് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം എന്ന് മനസ്സിലായി. പാലയിലെ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ എന്നെ പറഞ്ഞയച്ചു. അത് പഠിച്ചു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങി, എഞ്ചിനീയറിംഗ് പഠിച്ച് പകുതിയായപ്പോഴാണ് ഈ പണി എനിക്ക് എടുക്കാൻ പറ്റുന്നതല്ല, എൻ്റെ അഭിരുചി അതിലല്ല, അതിൽ ജോലി ചെയ്താൽ എനിക്ക് ഒരുപാട് കാലം മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ പഠിച്ച ആ 4 കൊല്ലത്തെ സ്കിൽ സെറ്റ് പഠിച്ച് അവസാനിപ്പിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അന്ന് ഉപേക്ഷിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി വന്ന ഒരാളാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചിട്ടാണ് ഇന്ന് അതിന് മേലെയാണ് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെതായ കാലതാമസം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ ഏത് കുട്ടിയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു പുതിയ കോഴ്സ് അവനോട് സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞ കാര്യത്തെപ്പറ്റി നമുക്കും സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി അറിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ലോകം ഏത് ഡയറക്ഷനിലേക്കാണ് ഓടുന്നത് എന്ന കാര്യത്തെപ്പറ്റി നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു അറിവ് നമുക്ക് വേണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നുണ്ട്. അതായത് 20 മിനിറ്റ് ഒന്നും ഒരു ക്ലാസ്സിൽ അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. കാരണം 1 മിനിറ്റ് നീളമുള്ള റീലുകളിൽ നിന്നാണ് അവർ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ജോലി 35 കൊല്ലം ചെയ്യും എന്നിനി നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോൾ നോക്കുക, മനുഷ്യരിൽ നിന്നും
പുതിയ കാലത്തെ എംപ്ലോയേഴ്സ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്ന് പേഴ്സണലൈസ്ഡ്, സെൽഫ് പേസ്ഡ് ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ് കൾച്ചർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്വന്തം താല്പര്യത്തിൽ, സ്വന്തം ഇഷ്ടപ്പെടുന്ന വേഗതയിൽ, അതായത് ഇന്ന് തുടങ്ങി 4 മാസത്തിനുള്ള ഒരു കോഴ്സ് പഠിച്ചു തീർക്കണം എന്നല്ല, നിങ്ങൾക്കത് 8 മാസം കൊണ്ടാണ് പഠിച്ചു തീർക്കാൻ പറ്റുന്നതെങ്കിൽ ആ സ്പീഡിൽ, അത് റെക്കോർഡഡ് വീഡിയോ ഉപയോഗിച്ചിട്ടാവാം, ഓൺലൈൻ ക്ലാസ് ഉപയോഗിച്ചിട്ടാവാം, ഏതെങ്കിലും അധ്യാപകരിൽ നിന്നാവാം, സ്വയം പുസ്തകം വായിച്ചിട്ടാവാം, അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും അവന് നിലവിലില്ലാത്തൊരു സ്കിൽ അവൻ പഠിക്കുക, മാറുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയറിലേക്ക് സ്വയം അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ പഠിക്കാൻ മനസ്സുള്ള, അതും ലൈഫ് ലോങ് എന്നാണ് പറയുന്നത്. ഒരു തൊഴിലിൽ കയറിയാൽ അയാൾ റിട്ടയർ ആവുന്നത് വരെയും കാലാനുസൃതമായ മാറ്റങ്ങളിലേക്ക് സ്വയം പാകപ്പെടുകയും സ്വയം ഇമ്പ്രൂവ് ചെയ്യുകയും അപ്സ്കില്ല് ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ഇന്ന് എംപ്ലോയേഴ്സ് തേടുന്നത്. അതുകൊണ്ട് അവൻ്റെ പഠിത്തം അവിടെ അവസാനിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊരു സാധാരണ നിലയിൽ ഒറ്റയ്ക്ക് ഞാൻ ഒരാളായിട്ട് ഒരു എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗോകുലം ഗ്രൂപ്പുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് ഞാനൊരു ബിസിനസ് നടത്തുന്നത്. അവിടെ പാർട്ട്ണർ ചെയ്ത് ആ ബിസിനസ് തുടങ്ങി അതിൻ്റെ ഒരു മിഡ് വേയിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്ന മാർക്കറ്റിംഗ് സ്കിൽസ്, സെയിൽസ് സ്കിൽസ്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കലായ കാര്യങ്ങൾ, ജാർഗൺസ്, ഇതൊന്നും എനിക്ക് അത്ര ഫെമിലിയർ അല്ല. എൻ്റെ കമ്പനിയിൽ അത് എന്നോട് ആരും ചോദിക്കാനുണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായും നിങ്ങളത് കോർപ്പറേറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരും. ഞാൻ ഇപ്പം കോഴിക്കോട് IIM ഓഫർ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് അതിൻ്റെ ക്ലാസ് സാധാരണ കുട്ടികളെ പോലെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഞാൻ രാത്രി കഷ്ടപ്പെട്ട് വന്ന് 9 മണിക്ക് കൃത്യം മുമ്പ് അതിൻ്റെ അസൈൻമെൻറ്റ് ടൈപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു. അപ്പോൾ 36-ാം വയസ്സിൽ എനിക്ക് വീണ്ടും പഠിക്കേണ്ടതായിട്ട് വന്നു. 38-ാം വയസ്സിൽ പുതിയൊരു കോഴ്സ് ആവശ്യമായിട്ട് വരുമായിരിക്കും. അപ്പോൾ അതിനുള്ള മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് ഉണ്ടാവണം, അത് ആവശ്യമാണെന്നുള്ള ബോധം നമുക്കും ഉണ്ടാവണം. കുട്ടികളെ ഗൈഡ് ചെയ്യാനാണെങ്കിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ട് മുതൽ നിങ്ങൾക്ക് കുട്ടിക്ക് എന്താണ് ഏറ്റവും നല്ല അഭിരുചിയുള്ളത്, അവൻ ഏതിലായിരിക്കും ഏറ്റവും സക്സസ്ഫുൾ ആവുക, സാധ്യതകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം പഠിക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുന്ന മോഡലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ കരിയർ ചൂസ് ചെയ്യുന്നത് ഒരു കോമ്പീറ്റൻ്റ് ആയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ സപ്പോർട്ടോടുകൂടി ചെയ്യാവുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതകൾ നമ്മൾ അയലൊക്കത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ മാഷോട് മാത്രം ചോദിച്ചിട്ട് കുട്ടിയുടെ കോഴ്സ് തീരുമാനിക്കുന്നത് മാറി അതിനും പ്രൊഫഷണൽസ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലും ആളുകൾ, എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടുകളുണ്ട്. അവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് കുട്ടികളുടെ കരിയർ ഷേപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടി കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പം ബിഗ് ഡാറ്റയുടെയോ അതല്ലെങ്കിൽ ഡാറ്റ സയൻസിൻ്റെയോ അത്തരത്തിലെല്ലാം ബിടെക്കുകൾ ഓഫർ ചെയ്ത് തുടങ്ങി. റോബോട്ടിക്സിൽ, മെക്കട്രോണിക്സിലൊക്കെ ഓഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, ഇനിയത്തെ കാലത്ത് മെഡിസിൻ മാത്രം പഠിച്ചുകൊണ്ട് ഒരു ഡോക്ടർക്ക് എത്രത്തോളം സർജറി ചെയ്യാൻ പറ്റുമെന്ന കാര്യം നമ്മൾ ആശങ്കയോടുകൂടി കാണേണ്ടതാണ്. കാരണം സർജറി റോബോട്ടിക് ആവുകയാണ്. അപ്പോൾ യാതൊരു തരത്തിലും ടെക് സാവി അല്ലാത്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ നമുക്കിനി സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർ ഒരേ സമയം എഞ്ചിനീയറും കൂടെ ആവണം. മെക്കാനിക്കലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും ഒരു ഇലക്ട്രോണിക് പാനൽ ഇല്ലാതെ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പ്യുവർ സാധനത്തിന് മാറി മെക്കട്രോണിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഇത്തരം കോഴ്സുകളുടെ സാധ്യത, ന്യൂ ഏജ് കോഴ്സുകളുടെ സാധ്യത വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, കുട്ടികൾക്ക് അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ. അപ്പം അപ്ഡേറ്റഡ് അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമാണ്. നമ്മൾ പാഷനെ, ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുകയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ അവരുടെ പാഷനെ ചേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. കാരണം നമ്മളൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷനുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ പ്രജുഡീസ് ആയിട്ട് പറയുവാണ്. ആ ഒരു പ്രജുഡീസ് അല്ലെങ്കിൽ മാറ്റി വെച്ച് പാഷനെ ചേസ് ചെയ്യാനുള്ളൊരു സപ്പോർട്ടാണ് എല്ലാ കുട്ടികൾക്കും വേണ്ടത്. ഞാനൊരു ജോലിയെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നില്ല, ഒരു കരിയറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മളിപ്പോൾ സംസാരിച്ചൊരു കാര്യം ജോബ് റോൾസ്. ഇപ്പം നമ്മൾ പണ്ട് കണ്ട പല ജോബ് റോൾസും ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് കണ്ട പല ജോബ് റോൾസും, ഇപ്പോൾ പറയുന്ന ഇന്ന് കണ്ട 60% ജോബ് റോൾസ് നാളെ ഉണ്ടാകില്ല. പക്ഷേ അത് ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ആ 60% ജോബ് പോയെന്നല്ല, വളരെ പുതിയ 60% ജോബ് റോൾസ് മറ്റേ 10-15 വർഷത്തിനുള്ളിൽ വരുമായിരിക്കും. അപ്പോൾ ഒരിക്കലും ടെക്നോളജി എന്ന് പറയുന്നത് കാര്യം പറഞ്ഞപ്പോൾ ആരും പേടിക്കേണ്ട. കാരണം ആളുകൾക്ക് ഒരിക്കലും AI വിൽ നോട്ട് റീപ്ലേസ് യു. The people who learned AI, of course, they will replace you. People will be replaced by people with a mission. അതാണ് ഇതിനകത്ത് ഏറ്റവും പുതിയ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആ റീപ്ലേസ് ചെയ്യുന്ന ആളുകൾ
ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിത്ത് എ മിഷൻ ഉണ്ടാവും. ആ ഒരു ഡയറക്ഷനിലാണ് വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു prejudice ആയിട്ട് ഇന്നത് പഠിക്കണം അങ്ങനെ പറഞ്ഞൊരു അനാവശ്യ സ്ട്രെസ് ഒന്നും വേണ്ട. പിന്നെ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാരണം ഞാനൊരു ഡൊമൈൻ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്കിൽ സെറ്റുകളിൽ ഒരു 20% ഡൊമൈൻ സ്കിൽസ് അല്ലെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 25% മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 75% സ്കിൽ സെറ്റുകളും ഏത് ജോലിക്കും വേണ്ടിയുള്ള സ്കിൽ സെറ്റുകളാണ്. ഏത് ജോലിക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്കില്ലെന്നുള്ള വേർഡ് തന്നെ മാറ്റണം. സ്കില്ലെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡൂ സംതിങ് എന്നുള്ളൂ. കാരണം ഒരു കാര്യം ചെയ്യാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി. കാരണം ഡ്രൈവ് ചെയ്യാൻ അറിയാം, ഞാനും ഡ്രൈവ് ചെയ്യും, അവിടെ ഇരിക്കുന്ന ചേട്ടനും ഡ്രൈവ് ചെയ്യും, അത് 2 സ്കിൽ സെറ്റാണ്. നമ്മൾ ആ സ്കില്ല് റീപ്ലേസ് ചെയ്യേണ്ട ഒരു വേർഡുണ്ട്, കോമ്പിറ്റൻസി എന്ന് പറയുന്നൊരു വേർഡ്. കാരണം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ട് അല്ലേ? എനിക്ക് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ പല രീതി വരാം. എല്ലാവരും ഡ്രൈവിംഗ് ആസ് എ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ എനിക്കിവിടെ എത്തിപ്പറ്റും. വളരെ സ്മൂത്തായിട്ട് ഏറ്റവും നല്ല റോഡിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല നാവിഗേറ്റ് ചെയ്ത് ട്രിവാൻഡ്രത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിറ്റൻറ്റ് ഡ്രൈവർ. അപ്പോൾ ആ കോമ്പിറ്റൻസി എന്നുള്ള വേർഡിലേക്ക് സ്ട്രെസ് ചെയ്ത് സിസ്റ്റം മാറ്റുക അല്ലെങ്കിൽ സിസ്റ്റം ചേഞ്ച് ചെയ്യുക. പിന്നെ ഇത് പ്രത്യേകിച്ചും ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇനി അധികം പറയേണ്ട ആവശ്യമില്ല. ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ചേഞ്ച് മേക്കേഴ്സ് ആകാൻ ഇനിയൊരു ചേഞ്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചേഞ്ച് നടക്കാതിരിക്കുന്ന കാലം ഈ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ഇനി ആ ചേഞ്ച് നമ്മൾ തന്നെ കൊണ്ടുവരിക, നമ്മൾ തന്നെ മുമ്പോട്ട് വരിക, അതാണ് ഇനി ഈ സിസ്റ്റത്തിന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്യൂച്ചർ ജനറേഷനെ അല്ലെങ്കിൽ ഒരു ഭാവി തലമുറയെ നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ചേഞ്ച് എത്രയും പെട്ടെന്ന് നമ്മളെപ്പോഴും 2 വേർഡുകൾ പറയും. ഒന്ന് റെലവൻ്റ് ആകുക, അതായത് നമ്മൾ സോഷ്യലി റെലവൻ്റ് ആകണം, ടെക്നോളജിക്കലി റെലവൻ്റ് ആവണം, ലോകത്ത് എന്ത് നടക്കുന്ന കാര്യങ്ങളും റെലവൻ്റ് ആയാൽ മാത്രം പോരാ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം ടേക്ക് ദ വേർഡ് റെലവൻസ് ആൻഡ് റിഫ്ലക്ഷൻ, ദാറ്റ് വിൽ ചേഞ്ച് ദ ഗെയിം. അപ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന രീതിയിൽ അനാവശ്യ പ്രഷറെല്ലാം വിട്ട് പാഷനെ ഡ്രീം ചെയ്യുക അല്ലെങ്കിൽ ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രീംസിനെ ചേസ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ എൻകറേജ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് ബേസിക്കലി കരിയർ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് ഒരു കരിയർ ചൂസ് ചെയ്യാൻ അവരെ ചിന്തിപ്പിക്കാവുന്ന രീതിയിലേക്ക് സിസ്റ്റം ഡെവലപ്പായാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ 10th or 12th എടുക്കുന്ന ഞാൻ 18 വയസ്സോ അല്ലെങ്കിൽ 17 വയസ്സുള്ള ആൾ എനിക്ക് വേണ്ട പ്രൊഫഷൻ അല്ലെങ്കിൽ 10 years or 5 years ഡൗൺ ദ ലൈൻ ഞാൻ എവിടെ ആയിരിക്കണമെന്ന് എനിക്ക് തീരുമാനമെടുക്കാവുന്ന രീതിയിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സിസ്റ്റം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സക്സസ് ആയെന്ന് പറയും. ആ ഒരു രീതിയിലേക്കുള്ള സിസ്റ്റം റീഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഒരു ചേഞ്ച് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ മാറും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെയുള്ള ഫോറംസിൽ മാത്രം ഡിസ്കസ് ചെയ്ത് ഡിസ്കഷൻ പോയിൻ്റായിട്ട് മാത്രം നിൽക്കാതെ ഒരു 2 കോളം ന്യൂസായിട്ട് മാത്രം നിൽക്കാതെ ആ ചേഞ്ച് എല്ലാവരും എടുക്കാനും ആ ചേഞ്ച് മേക്കേഴ്സ് ആവാനും അല്ലെങ്കിൽ തോട്ട് ലീഡേഴ്സ് ആവാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇനി കുറച്ചും കൂടെ നമുക്ക് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാതെ നിങ്ങളുടെ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആകാം, കുറച്ചും കൂടെ ഇത് ഇൻട്രസ്റ്റിംഗ് ആക്കാം. കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ വ്യൂസിലായിരിക്കും. കാരണം പറഞ്ഞില്ല, മനുഷ്യൻ്റെ ഒരു പ്രത്യേകത മിഷൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ടീമിലെ വർക്ക് ചെയ്യുള്ളൂ. നമ്മളിപ്പോഴും ജോബ് റോൾസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളിപ്പോഴും സംസാരിക്കുന്ന ജോബ് റോൾസ് എന്ന് പറയുന്നത് ഡാറ്റാ സയൻസ് എഞ്ചിനീയറും അല്ലെങ്കിൽ NLP എഞ്ചിനീയറും അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങും ഒക്കെയാണ്. പക്ഷേ ഏറ്റവും നിങ്ങൾ ഓഡിയൻസിൽ അറിയുമെന്ന് എനിക്കറിയില്ല, ഇന്ന് ഏറ്റവും കൂടുതൽ AI അല്ലെങ്കിൽ ഇപ്പോൾ സിലിക്കൺ വാലിയിലോ അല്ലെങ്കിൽ AI റിലേറ്റ് ചെയ്ത് ഏറ്റവും ഉള്ള ബസ് വേർഡുള്ള എഞ്ചിനീയറിങ് ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? AI എന്നുള്ള ബസ് വേർഡിനെ റിലേറ്റ് ചെയ്തുള്ള ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റികളുള്ള, ഉറപ്പായിട്ടും ഡാറ്റാ സയൻസിൽ ട്രഡീഷണൽ ആയിട്ട് ഒരു 5-10 വർഷമായിട്ട് ഡാറ്റാ സയൻസിനെ കുറിച്ചും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചോദിക്കുകയാണ്. ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്തായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ജോബ് സീക്കേഴ്സിൽ അത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് മാത്രമാണോ അതോ കോപ്പിറൈറ്റ് വയലേഷൻ? ഇപ്പോൾ ഉദാഹരണത്തിന് ChatGPT ഇഷ്ടംപോലെ കോപ്പിറൈറ്റ് വയലേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് സ്പെഷ്യലിസ്റ്റുകൾക്കാണോ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകൾക്കാണോ ഫ്യൂച്ചറിൽ എന്തെങ്കിലും താങ്കൾ ടെക്നോളജിയുടെ ട്രജക്ടറി നോക്കുന്ന ഒരാളാണെന്ന നിലയിൽ ചോദിക്കുകയാണ്, എന്തായിരിക്കും ഏത് ജോബ് സ്കോപ്പ് ഉള്ളത്? അല്ല, ഞാനൊരിക്കലും സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോറൻസിക് എന്ന് പറയുന്ന പ്രൊഫഷൻ എക്സിസ്റ്റ് ചെയ്യും. അതിന് യാതൊരു ഡൗട്ടുമില്ല. കാരണം നമ്മൾ കൂടുതലും ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന ടെക്നോളജിയിലാണ്. അപ്പം ബേസിക്കലി സേഫ് ഗാർഡിങ് ദ ടെക്നോളജി ഈസ് സൈബർ സെക്യൂരിറ്റി. നമ്മളിപ്പോൾ ഒരു ബോർഡർ ഫോഴ്സിൽ നാളെ ഒരു
20 വർഷം 30 വർഷം ഡൗൺ ദ ലൈനിൽ ഒരു കൺട്രിയുടെ ബഡ്ജറ്റ് അവരുടെ ബോർഡർ ഫോഴ്സിനേക്കാളും കൂടുതൽ സൈബർ സെക്യൂരിറ്റിയിലായിരിക്കും. കാരണം ഒരു സൈബർ സെക്യൂരിറ്റി ഒരു സൈബർ അറ്റാക്ക് കൊണ്ടത് എൻ്റെ കൺട്രിയെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ChatGPT അല്ലെങ്കിൽ AI പോലുള്ള കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ വരും. ഇതാണ് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ 1000 പേര് പല കാര്യങ്ങളും. താങ്കൾ പറഞ്ഞൊരു കാര്യം, ഈ AI എന്ന് പറഞ്ഞാൽ അവർ ഫൈനൽ ഇൻവെൻഷൻ എന്ന് ഒരാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹ്യൂമാനിറ്റീസ് ഫൈനൽ ഇൻവെൻഷൻ. ബാരറ്റ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയത് ഹ്യൂമാനിറ്റിയുടെ ഫൈനൽ ഇൻവെൻഷനാണ് AI എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. AI ആസ് എ ഡൊമൈൻ AI വിൽ എക്സിസ്റ്റ്. അല്ലെങ്കിൽ ഇനി AI എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഇതൊരു ഫൈനസ്റ്റ് ഇൻവെൻഷനാണെന്ന് ഒരിക്കലും പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല ChatGPT വന്ന് നമ്മുടെ ഇൻവെൻഷൻ നിന്നേനെ. നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് വീണ്ടും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ റിസർച്ച് നടത്തില്ല, വീണ്ടും ഇൻവെൻഷൻസ് വരില്ല. അപ്പോൾ ഇനിയും 1-2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതിനകത്ത് കൂടുതൽ റിഫൈൻഡ് ആവും, അല്ലെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ വരും. അതൊരിക്കലും ഒരു ഫൈനസ്റ്റ് ഇൻവെൻഷൻ അല്ല. നമ്മൾ ലോകത്തിലെടുത്ത് എന്ത് കാര്യം എടുത്തോ, ലോകത്തിലുള്ള ഏത് കാര്യം എടുത്തോ, ഒരിക്കലും ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇൻവെൻഷൻ നടക്കുമ്പോൾ അത് ഫൈനസ്റ്റ് ആണെന്ന് അന്ന് നമ്മൾ ചിന്തിക്കും. ദ നെക്സ്റ്റ് ഡേ യു ഫൈൻഡ് സംതിങ് എൽസ്. ഇന്നലെ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ, ഒരു മാർക്ക് മോസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഇൻവെസ്റ്ററുടെ, പുള്ളി ബിറ്റ് കോയിനിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്. പുള്ളി അതിനകത്ത് പറയുന്നത് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗിഗ് എക്കോണമിയാണ്. അതിൽ നിന്ന് ഇനി അടുത്ത AI ഏജൻസിലോട്ടാണ് പോകുന്നത്. ഇപ്പം കാണുന്ന പല ജോലികളും ആൾമോസ്റ്റ് 70% ജോലികളും പോകും. പിന്നെ എല്ലാം ഓട്ടോണമസ് ആവും. ഗിഗ് ഏജൻസിനോട് നമ്മളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ AI ഏജൻസിനോട് നമ്മളൊരു കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ AI ഏജൻറ്റ് മറ്റ് AI ഏജൻറ്റുകൾക്ക് ഈ കമൻറ്റ് പാസ്സായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തോളും. ഇപ്പം ഉള്ള കോസ്റ്റിൻ്റെ 100-1 കോസ്റ്റിൽ, എനർജിയുടെ ചിലവാകുന്ന ആ 100-1 കോസ്റ്റിൽ കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ബിറ്റ് കോയിൻ വഴിയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് KICയുടെ ആവശ്യവുമില്ല. ബാങ്കുകളൊക്കെ നാച്ചുറലായിട്ട് കൊളാപ്സ് ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്ക് പക്ഷേ ഈ AI ഏജൻറ്റ് വഴിയുള്ള അതെനിക്ക് അത്രയ്ക്കങ്ങ് തലയ്ക്കകത്ത് കയറിയില്ല, മനസ്സിലാകുന്നില്ല ആ ഒരു ഐഡിയ. ഒന്ന് പറയാമോ? സാർ ആദ്യം പറഞ്ഞ കാര്യം സാറിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് ഞാനിപ്പോൾ പറഞ്ഞ എഡ്യൂക്കേഷൻ ഷുഡ് ബി ആൻ എക്സ്പീരിയൻസ്. അത് മാത്രം അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വേറെ നിന്ന് കിട്ടുകയില്ല. പിന്നെ അത് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ പറയുന്ന ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഇനിയിപ്പോൾ നാളത്തെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഡിജിറ്റൽ കറൻസികളും ക്രിപ്റ്റോ കറൻസി പോലുള്ള ബിറ്റ് കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളും ഉറപ്പായിട്ടും വരും. പല രാജ്യങ്ങളിലും അത് നിയമപരമായിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇനി നിയമപരമാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ നമ്മളൊരു അപ്രിഹെൻഷനോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായ വറിയോ നമുക്ക് വേണ്ട. കാരണം നമ്മൾ ആ ചേഞ്ചിനൊപ്പം അത് നമ്മുടെ ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ, അത് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചേഞ്ചിനൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ജോലി സാധ്യതകൾ, ഇപ്പോൾ ജോലി സാധ്യതകൾ നമ്മൾ 60% ജോലി സാധ്യതകൾ മാറുമെന്ന് പറഞ്ഞു. ഈ 60% ജോലി സാധ്യതകൾ ജോലി റോളുകൾ മാറുമ്പോഴും ഈ പുതിയ 60% ജോലികൾ വരും. ഇപ്പോൾ എത്ര AI ആസ് എ ഇൻവെൻഷൻ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന AI ഏജൻറ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന നാളത്തെ ഒരു 15-20 വർഷം കഴിഞ്ഞ ശേഷം ഈ വരുന്ന അഡ്വാൻസ്മെൻറ്റുകൾ, ഇത് പുറകിൽ ബാക്ക്വേർഡ് കോഡ് ചെയ്യാൻ വേണ്ടി സംഭവിച്ചു. അത് കോഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകൾ വേണം. അല്ല അതിനുവേണ്ടി ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാനോ ഒരു കോഡ് റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അല്ല ChatGPT തന്നെ ChatGPT ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്ത് തന്നെ നമ്മൾ ഇതിനകത്ത് പറയുന്നത്, നമ്മൾ ChatGPT എങ്ങനെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്, മെഷീൻ ഫീഡ് ചെയ്ത പല സൊല്യൂഷൻസിൽ നിന്നാണ്, മെഷീൻ ഫീഡ് ചെയ്ത പല ഡാറ്റയിൽ നിന്നാണ് അതൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത് അല്ലേ. ഈ മെഷീൻ ഒരാൾ ഫീഡ് ചെയ്ത് കൊടുത്ത ഡാറ്റകളിൽ നിന്നാണ് അതൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പറയുന്നത് ടെക്നോളജി എന്ത് വന്നാലും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് സംതിങ് യു കനോട്ട് അവോയ്ഡ്. അതാണ് ഞാൻ പറയുന്നത്, പീപ്പിൾ വിൽ ബി റീപ്ലേസ്ഡ് ബൈ പീപ്പിൾ വിത്ത് എ മെഷീൻ. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ വറി അല്ലെങ്കിൽ അനാവശ്യമായ ഒരു ആങ്സൈറ്റി ഇതിനകത്ത് വേണ്ട. വളരെ പോസിറ്റീവായിട്ട് അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു കൾച്ചർ, അതായതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആസ് എ സ്കിൽ സെറ്റ് ഹാസ് ടു ബി പ്രൊമോട്ടഡ്. അത് യങ് ജനറേഷൻ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാകുന്നത് അതുള്ളത് കൊണ്ടാണല്ലോ സാർ ഈ പറയുന്നത് വളരെ കോൺഫിഡൻറ്റോടെ വാട്ട് യു ലേൺ ഫ്രം ടെക്സ്റ്റ് ബുക്ക് അതിനേക്കാൾ ഉപരി ഒരു എക്സ്പീരിയൻസ് വർക്കിംഗിൽ നിന്നും അല്ലെങ്കിൽ സാറ് സെൽഫായിട്ട് ഏൺ ചെയ്തു എന്ന് പറയുന്നത്.
ഒരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാം. അതായത് എക്കണോമിക്സ് ഇതിനെ വിളിക്കുന്നത് ക്രിയേറ്റീവ് ഡിസ്റപ്ഷൻ എന്നാണ്. അതായത് ആളുകൾ രാവിലെ എണീറ്റ് ആളുകളെ തെരുവുകളിൽ പോയി വിളിച്ചുണർത്തിയിരുന്ന ഒരു ജോലി, ഹ്യൂമൻ അലാം എന്ന് പറയുന്ന ഒരു ജോലി മനുഷ്യൻ പണ്ട് ചെയ്തിരുന്നു. അത്തരത്തിലൊരു ജോലി ഉണ്ടായിരുന്നു. നമ്മളൊരു മെഷീനെ വെച്ച് അത് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ ജോലി ഇല്ലാതായി എന്നുള്ളതേ ഉള്ളൂ. അയാൾ മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എൻഡ് ഓഫ് ദ ഡേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഹ്യൂമൻ ഇൻവെൻഷനാണ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സംഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിമിറ്റിനകത്ത് നിൽക്കാനേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റൂ. അത് മനുഷ്യവംശത്തെ ആകെ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്ന ആശങ്കകൾ നിലവിലെ സാഹചര്യത്തിൽ സയൻസ് ഫിക്ഷനാണ്. കാരണം നമ്മൾ മനുഷ്യൻ്റെ തലച്ചോറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടുകൂടെയാണെന്ന് ഞാൻ പറയും. കാരണം ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരാൾ പുറത്തിറങ്ങുന്നു, ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു കൊടുക്കുന്നു. ഒരു കമ്പ്യൂട്ടറിനെ റോബോട്ടിനെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ അയാളോട് ബസ്സിൽ വരാൻ, കാറിൽ വരാൻ, നടന്നു വരാൻ, ഓടി വരാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹർത്താൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടെ നിൽക്കും. മനുഷ്യൻ ഹർത്താലിന് എങ്ങനെ വരാമെന്നുള്ളൊരു പുതിയ സാധ്യത കണ്ടെത്തും. അപ്പോൾ മനുഷ്യൻ്റെ സാധ്യതകൾ ഒരു നിലയിലും അങ്ങനെ അവസാനിക്കുന്നതല്ല. 70% ജോലി മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം റിപ്പിറ്റേറ്റീവായ, മനുഷ്യന് ചെയ്യാൻ താല്പര്യമില്ലാത്ത, മനുഷ്യനെ മുഷിപ്പിക്കുന്ന ജോലികളെയാണ് നമ്മൾ മെഷീൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു സ്ക്രൂ തിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ ആകെ ജോലി രാവിലെ വരിക, ആ പൊസിഷനിൽ നിൽക്കുക, ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. വളരെ രസകരമായിട്ട് ചാർലി ചാപ്ലിൻ അത് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ, നിങ്ങൾക്ക് മോഡേൺ ടൈംസിൽ കാണിച്ചിട്ടുണ്ട്. അവസാനം ജോലി തീർന്ന് വീട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ട് പോകുന്ന ഒരാൾ. അപ്പം ആ ജോലി ചെയ്യാൻ ഒരു റോബോട്ടിക് ആം വെച്ച് കൊടുക്കുകയാണ് മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ആ റോബോട്ടിക് ആം നമ്മളാണ് കണ്ടുപിടിച്ചത്. ഇനി നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കോളൂ, കമ്പ്യൂട്ടർ നഷ്ടപ്പെടുത്തുന്ന ഒരു ജോലിക്ക് പകരം 1.5 ജോലി, 1.5 ജോബ്സ് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോബിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചാറ്റ് GPT-നെ പേടിച്ച് പഠിപ്പിക്കൽ നിർത്തലല്ല, ചാറ്റ് GPT പ്രോംപ്റ്റേഴ്സിനെ ഉണ്ടാക്കാനുള്ള കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. കുട്ടികൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അവരെ പഠിപ്പിക്കുക. ആ ടെക്നോളജിയാൽ ഡിസ്റപ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു തലമുറയെ ഉണ്ടാക്കുക എന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിലാണ് നമ്മുടെ നയരൂപീകരണം നടക്കേണ്ടത്. ജസ്റ്റ് ടു ആഡ്, ഐ മീൻ ടെക്നോളജി ബ്രിങ്സ് എഫിഷ്യൻസി, ടെക്നോളജി ബ്രിങ്സ് സ്കെയിൽ. ആ ഒരു കാര്യം ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇത് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൺവീനിയൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം സിദ്ധാർത്ഥ് പറയുന്ന ഒരു പോയിന്റിലേക്ക് തന്നെ പറയുക, ഈ കൺവീനിയൻസും എഫിഷ്യൻസിയും കൊണ്ടുവരികയാണ് ടെക്നോളജി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അനാവശ്യമായൊരു ഫിയറും ഇതിനകത്ത് ആവശ്യമില്ല, നമ്മൾ അഡാപ്റ്റ് ആയിക്കോളൂ ഇതിനകത്ത്. ഓക്കെ, എനിക്ക് ഒന്ന് ക്യുക്കായിട്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോൺടാക്സ്റ്റ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ ഇത് ചെയ്തതിൻ്റെ ആവശ്യമുണ്ടല്ലോ. കാരണം നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ഇത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സ്കിൽ ബിൽഡിങ്, നോട്ട് ടെക്നോളജി ബട്ട് ഇപ്പോൾ ഐ തിങ്ക് യു സെഡ് അബൌട്ട് മൈൻഡ് സെറ്റ് ചേഞ്ച്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇതിൽ ഏതെങ്കിലും സ്കൂളുകൾ ചെയ്യുന്നുണ്ടോ? കാരണം വെച്ചാൽ ഞങ്ങൾക്ക് പേരൻസിലൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി, ഏതെങ്കിലും സ്കൂളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട്. ഇല്ല, നിലവിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം, സ്കൂൾസിന് നമ്മളിവിടെ ഈ രാജ്യത്ത് 43 ബോർഡുകളുണ്ട്. ആ ബോർഡുകൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ മാത്രമേ സ്കൂളുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അതിന് പുറത്തൊരു സ്കൂൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു അൺകൺവെൻഷണൽ സംഗതിയാണ്. അപ്പം നമ്മുടെ ആളുകൾ ആകെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് 11, 12 കഴിഞ്ഞ് എൻട്രൻസ് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ സ്കൂളിലേക്ക് എത്ര കുട്ടികൾ വരുമെന്നുള്ള ആശങ്കയാണ് പ്രധാന പ്രശ്നം. പക്ഷെ നമുക്കിതിനോട് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും നമ്മുടെ എക്സിസ്റ്റിംഗ് സ്കൂളുകളുടെ അക്കാഡമിക് സ്പേസിൽ ഈ സ്കിൽ ബിൽഡിങ്ങിന് സമയമുണ്ട്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഈ 4th ജനറേഷൻ സ്കൂൾസ്, അതായത് സ്കൂൾസ് 4.0, അതാണ് ഇനി നമ്മുടെ സ്കൂളുകൾ ട്രാൻസ്ഫോം ചെയ്തെത്തേണ്ട സാഹചര്യം. ആ സാഹചര്യത്തിൽ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ സ്കില്ല് നമ്മൾ ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് സ്കില്ലാണ്. ഓക്കെ, കൊളാബറേറ്റീവ് ലേണിങ്ങിനുള്ള സ്കില്ലാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള സ്കിൽസാണ്. ഈ സ്കില്ലുകളാണ് അടുത്ത തലമുറയിലെ എംപ്ലോയേഴ്സ് സീക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോഴും വലിയൊരളവിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക, ഈ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഒബ്സസ്ഡ് ആണ്. പക്ഷെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന് സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോർമേറ്റീവായ അത്തരത്തിലൊരു ചേഞ്ച് ആവശ്യമാണ്. അതിനൊരു കോഴ്സ് ബിൽഡ് ചെയ്യാനും സ്കൂളിനോട് അസോസിയേറ്റ് ചെയ്യാനും പ്രൈവറ്റ് ഏജൻസീസിന് സ്വാഭാവികമായിട്ടും പറ്റും. പക്ഷെ അവരതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ ആ എക്കോ സിസ്റ്റത്തിനകത്ത് അവർക്കൊരു സ്പേസ് കൊടുക്കേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
ഫ്യൂച്ചർ സ്കൂൾ അങ്ങനെ ആയിരിക്കണം. അതിനൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് പേരൻസിൽ നിന്നുണ്ടായാലേ, കാരണം നമ്മളിപ്പോൾ ഈ ഒരു സ്കില്ലും ഈ ഒരു ഐഡിയോളജിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പിള്ളേർ വേണമല്ലോ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ, 10+2 കഴിഞ്ഞാൽ ഒരു നീറ്റിനോ അല്ലെങ്കിൽ IIT JEE പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫ്ലോ, ആ ഒരു ഫ്ലോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മാറി ചിന്തിക്കണമെങ്കിൽ ഈ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് സ്കൂൾ മാത്രം ഉണ്ടായാൽ പോരാ, സൊസൈറ്റിയിൽ നിന്നുണ്ടാകണം, പേരൻസിൽ നിന്നും കൂടെ ഉണ്ടാകണം.